സുവിശേഷ വേലയ്ക്കിറങ്ങുന്ന യൗവനക്കാരോട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഒരൊറ്റ പ്രവാചകൻ്റെയും പ്രവചനം കേട്ട് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്. നല്ല യൗവനം തകർന്ന് തരിപ്പണമാകും. ഒരു കാലഘട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കരയേണ്ടി വരും. നിൽക്കുന്ന ബ്രദർ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ കേട്ടോ. ആ കളങ്കള ഷർട്ട് ഇട്ട നിങ്ങളൊന്ന് എഴുന്നേറ്റ് ആ കസേരയുടെ മേളിൽ കയറിക്കോ. നിങ്ങൾ തന്നെ എഴുന്നേക്ക്. കയ്യിലൊരു വീടിന്റെ താക്കോല് വരുന്നല്ലോ. വീടുണ്ടോ? ഇല്ല. നിന്റെ കയ്യിൽ ഒരു വീടിന്റെ താക്കോല് വരുക. നേരത്തെ എന്തോ ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവ് എന്നോട് പറയുന്നു, ഒരിക്കൽ നിന്നെ വെട്ടിയിട്ടെടുത്തു എന്ന് ദൈവം പൊക്കാൻ പോവാന്ന് പറയുന്നു. നീ ഒരേ സമയത്ത് ജോലി, ഒരേ സമയത്ത് ശുശ്രൂഷ ചെയ്യുന്ന ആളായി മാറും. കൂടാരാ വന്നേ? പേര് രഞ്ജു എന്നാണോ നിങ്ങളുടെയോ? ഷീ നിന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. ഞാൻ ഇയാളോട് പറഞ്ഞ ദൂതാണ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം. നീ ഒരു ചർച്ചിന്റെ മാതാവായി മാറും. വളരെ വേഗം ഈ വീഡിയോ ഇറങ്ങിക്കഴിയുമ്പം ഈ വീഡിയോ കണ്ടിട്ട് നിന്നെ ചിലർ സമീപിക്കും. നിന്നെ ഒരു ടീം വർക്കിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന പറയാൻ എന്നോട് പ്രവചനം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ ചൂണ്ടി തിരുത്തിയൊരു പ്രവചനമാണ് എൻ്റെ 26-ാമത്തെ വയസ്സിൽ എൻ്റെ വഴിത്തിരിവ്. പാപത്തെ ഉണർത്തി. അതിനുശേഷം ഞാൻ ചെന്ന് വീണുകൊടുത്ത പ്രവചനങ്ങളല്ല, നിങ്ങൾ ഇങ്ങനെ വീണുകൊടുത്ത കള്ളപ്രവാചകന്മാരുടെ കീഴിലായിരുന്നു. എൻ്റെ നല്ല യൗവനത്തെ കുട്ടിച്ചോറാക്കിയ കള്ളപ്രവാചകന്മാർ ഇന്ന് കേരളത്തിൽ നിരന്നിരിക്കെ എനിക്ക് വന്ന അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ദയവായി പറയുന്നു, നിങ്ങളുടെ യൗവനങ്ങൾ സൂക്ഷിക്കുക. തിരിച്ചു വരുമ്പോൾ കരയേണ്ടി വരും. നിങ്ങൾ ദയവായി സുവിശേഷത്തിൻ്റെ ഒരു ടാർഗറ്റ് നിങ്ങൾ തിരിച്ചറിയുക. ഒരു ഫോർമുല, യേശുവിൻ്റെ ഗിരിപ്രഭാഷണം മാത്രം കാര്യഗൗരവമായി വായിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള എല്ലാ സത്യങ്ങളും അതിനകത്ത് കിടപ്പുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സുവിശേഷ വേലകളിൽ അവർ എയ്തു വിടുന്ന അമ്പുകൾ വണ്ടി കിട്ടുന്നു, വീട് വയ്ക്കുന്നു, വിസ കിട്ടുന്നതായിട്ട് കാണുന്നു, ഭൗമിക വളർച്ച, പ്രോസ്പെരിറ്റി വളരുന്നു, പ്രമാണം തിരിച്ചു കിട്ടുന്നു, ജപ്തി മാറുന്നു. ഇങ്ങനെയുള്ള ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന താൽക്കാലിക കാര്യങ്ങളുള്ള പ്രവചനങ്ങൾ, ഈ പ്രവചനവും ഗിരിപ്രഭാഷണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ അർത്ഥം ഗിരിപ്രഭാഷണത്തിലെ യേശുവിനെ അല്ല ഇവർ പറയുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സത്യങ്ങൾ. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ബൈബിൾ കാര്യഗ്രാഹ്യമായി പഠിച്ച് യേശുവിനെ പിൻപറ്റി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിളിയിലെത്തപ്പെടും. അങ്ങനെ 25 വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. കോവിഡിന് ശേഷമാണ് കൃത്യമായിട്ടുള്ളൊരു തെളിച്ചം, ഒരു വെളിച്ചം ശുശ്രൂഷകളെക്കുറിച്ച് എനിക്ക് കിട്ടിയത്. എൻ്റെ അനുഭവങ്ങൾ എനിക്കൊരുപാടുണ്ടെങ്കിലും ചിലത് ഞാൻ പറയുകയാണ് എന്നേ ഉള്ളൂ. യൂദയുടെ ലേഖനം നിങ്ങൾ വായിച്ചാൽ ഇന്നത്തെ പ്രവചനത്തിന് ഇട്ട ഒരു പേര് വേണമെങ്കിൽ പറയാം, വമ്പ് പറയുന്നു. സ്റ്റേജ് കെട്ടി വെച്ച് വമ്പ് പറയുന്നു, വീരവാദം പറയുന്നു. ഞാനൊരു വീരശൂര പരാക്രമി. അവരുടെ മെയിൻ ലക്ഷ്യം കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പ്രയോഗിക്കലാണ് ഇന്നത്തെ പ്രവാചകന്മാരുടെ ഗൂഢതന്ത്രങ്ങൾ എന്ന് നിങ്ങൾ നന്നായിട്ട് തിരിച്ചറിയണം. ഇനി ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടാകാം. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഈരണ്ടായിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടല്ലയോ? യേശുവിന് 70 ശിഷ്യന്മാരുണ്ടെന്ന് പറയുന്ന ഒരിടത്ത് അതിൽ നിന്ന് യേശു 12 എണ്ണത്തിനെ തിരഞ്ഞെടുത്തു. അതിൽ നിന്നും 3 പേരെ യേശു കൊണ്ടുതിരിഞ്ഞു. അങ്ങനെ ഈരണ്ടായി ശുശ്രൂഷകൾ ചെയ്തു. അതിൽ നിങ്ങളൊരു വാക്യവും പറഞ്ഞു തരും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് പറവിൻ, രോഗികളെ സുഖമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, അതുപോലെ തന്നെ വ്യാധികളെ സുഖമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, പൊക്കണവും ചെരുപ്പ് എടുക്കരുത്. യോഗ്യനെ, ഒരു പട്ടണത്തിൽ പോയ യോഗ്യനെ കണ്ടെത്തണം, അവിടെ താമസിക്കണം, നിങ്ങളുടെ സമാധാനം അവരിൽ മേൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ സത്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാനും അത് വിശ്വസിക്കുന്നു.
ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, മത്തായി 10:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു യൗവനക്കാരന് ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് സൂക്ഷിക്കുക. രോഗികളെ സുഖമാക്കുക. യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഒരുപാട് രോഗികളെ സുഖമാക്കിയത് ബൈബിളിനകത്തുണ്ട്. ഇന്നത്തെ ഈ കള്ളന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആമവാദം സുഖമാക്കട്ടെ, സ്ട്രോക്ക് രോഗിയെ കൊടുക്കുക സുഖമാക്കട്ടെ, മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോകാം എല്ലാ മാനസിക രോഗികളും സുഖമാക്കട്ടെ, മന്ത് രോഗികളുണ്ട് സുഖമാക്കട്ടെ, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് ഇനി ഡയാലിസിസ് വേണ്ട എന്ന് അവർ തെളിയിക്കട്ടെ. ബ്ലോക്ക് മാറി അവിടെ മാറി ഇവിടെ മാറി എന്നൊക്കെ പറയുന്നല്ലോ. ഒരു ഡോക്ടറെ സ്റ്റേയിൽ കൊണ്ടുപോവാ, ആ രോഗി ചികിത്സ ഡോക്ടർ പറയട്ടെ. അപ്പോൾ ഇതിനകത്തെല്ലാം മാജിക് ട്രിക്സുകൾ പോലുള്ള ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ച് യൗവനക്കാരുടെ നല്ല യൗവനത്തെ ഇല്ലായ്മ ചെയ്യുക, സുവിശേഷ വേല എന്ന് പറഞ്ഞു തെറ്റായ ആവേശങ്ങൾ അകത്ത് കയറ്റി അവരെ തകർക്കുക. ഇനി മരിച്ചവരെ ഉയർപ്പിക്കുക, ഒരെണ്ണം ഉയർപ്പിക്കുക. നീ ഒരുപാട് ഉയർപ്പിക്കണ്ട, ഒരെണ്ണം. യേശുവിൻ ശിഷ്യന്മാരൊക്കെ ചെയ്തതിൽ ഒരെണ്ണം ചെയ്യും. ഇനി അതുപോലെ തന്നെ വ്യാധികൾ, കുഷ്ഠരോഗി, അതൊരു വ്യാധിയാണ് കുഷ്ഠം. അതുപോലെ കോവിഡ് വ്യാധി, ഒരൊറ്റ കോവിഡ് രോഗിയെ സുഖമാക്കിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുക. ഭൂതങ്ങൾ പുറത്താക്കണം. ഒരൊറ്റ ഭൂതങ്ങൾ കേരളത്തിലെ പാസ്റ്റർമാർ പുറത്താക്കിയെങ്കിൽ നിങ്ങൾ തെളിയിക്കും. പുറത്തു പോകും. എത്ര വർഷം ഞാൻ ഇളക്കിയിട്ടുണ്ട്. പുറത്തു പോകും. പുറത്തു പോയത് അതുപോലെ തിരിച്ചു കയറുന്നു. അടുത്ത ആഴ്ചയിലും ഇരുന്ന് ആരാധിക്കുന്നു. അതും വീണ്ടും തുള്ളുന്നു. തുള്ളി 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 തുമ്പി തുള്ളുന്നു. എന്നും പള്ളിയിൽ തുമ്പി തുള്ളും. ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതുമില്ല. ഇനി ഞാൻ വിദഗ്ധനായിട്ടുള്ള ശുശ്രൂഷകനാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷെ ഭൂതം പുറത്ത് പോയിട്ട് അകത്ത് കയറാത്ത സീക്രട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഭൂതം തിരിച്ചു കയറാത്ത ആളുകളെ കൊണ്ട് കാണിച്ചാൽ ഞാൻ എല്ലാവരെക്കാളും മിടുക്കനാണെന്ന് പറയുന്നില്ല. എങ്കിലും ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഈ കാര്യങ്ങൾ പലതും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. എങ്കിലും ഞാനിതൊന്നും വെളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തരുന്ന ദാനങ്ങളും നന്മകളും വ്യക്തിപരമായി അനുഭവിക്കുന്നത് അതിനെ ഒരു കച്ചവടം ചെയ്യാനുള്ള ഒരു പരിപാടി ബൈബിളിലില്ല. ചെയ്യുന്നവനെല്ലാം കള്ളപ്പരിപാടികളാണ്, ബിസിനസ്. ഇനി പൊക്കണം എടുക്കരുത്. ഓക്കെ, നീ ഒരു വീട്ടിൽ പോയി അവരെ പൊക്കണവും ചെരുപ്പവും എടുക്കാതെ പോവുക. നീ അവിടെ താമസിച്ച് ചെയ്യും. പക്ഷെ നീ ദൈവനാമം ദുഷിക്കപ്പെടാതെ ജീവിക്കണം. നല്ലൊരു യൗവന കാലഘട്ടത്തെ ഭാര്യയോട് ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടെ കുടുംബമായിട്ട് ജീവിക്കേണ്ട നിങ്ങളെ കുടുംബജീവിതത്തെ ഇല്ലാതാക്കിയിട്ട് ഇറങ്ങി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടെയും ചെന്ന് താമസിക്കുന്നു. പേരുദോഷം, കുടുംബ തകർച്ചകൾ, അവസാനം ബന്ധങ്ങൾ തകരുന്നു, അവസാനം ദൈവനാമം ദുഷിപ്പിച്ചിട്ട് മരിക്കുന്നു. ഇതൊക്കെ കണ്ണുകൊണ്ട് കാണുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ദുഷിപ്പിക്കരുത്. ഇനി യോഗ്യനെ കണ്ടെത്തുക. ഇന്നത്തെ പാസ്റ്റർമാർക്ക് യോഗ്യൻ പൊന്മുട്ടയിടുന്നത് ആരാവണം? പണക്കാരനും ഒരു മൊണ്ണ ഒരു പള്ളിക്കകത്തുണ്ടെങ്കിൽ അവനെ തൊടാതെ പ്രസംഗിക്കാം. പോയ പള്ളിയുടെ പണം പോയി. പാവപ്പെട്ടവൻ്റെ ജീവിതത്തിലൊന്നും ഇവർ ചേക്കേറി പോവുകയില്ല. കാരണം അവിടെ നിന്ന് വലുതായിട്ട് കിട്ടാനില്ല. കൊള്ളക്കാരന്മാരാണ്, സൂക്ഷിക്കുക. ഇനി വീട്ടിന് യോഗ്യത ഉണ്ടെങ്കിൽ സമാധാനം വരട്ടെ. നിങ്ങളൊരു 10 പാസ്റ്ററെ എടുത്ത് ശുശ്രൂഷകരെടുത്ത് പരിശോധിച്ച് നോക്കി. പലവനും ഉറക്കമില്ല. അവൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷമില്ല. ഭാര്യ ഒരു നേരത്തെ ആഹാരം സന്തോഷത്തോടെ കഴിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. മനസ്സിലാവുന്നു. ലോകം മൊത്തം കടം, അവിടെ കടം, ഇവിടെ മറിക്കുന്നു, അവിടെ കേസ്, ഇവിടെ കേസ്, മക്കൾ തെറ്റുന്നു. സ്വന്തം കുടുംബത്തെ പോലും നയിക്കാൻ കഴിയുന്നില്ല. ഈ ആത്മാവ് വേറെയല്ലേ? അപ്പം വീട്ടിന് യോഗ്യത ഉണ്ടെങ്കിൽ സമാധാനം വരട്ടെ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അവരെ വീട്ടിലെ സമാധാനം ഇല്ല, യോഗ്യതയില്ല. പിന്നെ എങ്ങനെ ആ സമാധാനം തരും എന്ന് പറഞ്ഞ് സമാധാനം പോകും? ആദ്യം നമുക്കില്ലാത്തൊരു സാധനം, നമ്മളിൽ ഉത്ഭവിക്കാത്തൊരു സാധനം നമുക്ക് വേറൊരാളിനും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഗിരിപ്രഭാഷണ സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഊറി നിങ്ങളുടെ കലവറകൾ മൊത്തം ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും താഴ്മയും എളിമയും വിനയവും ലളിത ജീവിതങ്ങളുടെ പാഠങ്ങളും ലൗകിക സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചുള്ള മാനസിക പക്വതകളും നേടിയെടുത്ത് യഥാർത്ഥ സമാധാനം നിങ്ങൾ അതിനകത്ത് നിറച്ചിട്ട് ഒരു വീട്ടിൽ ചെന്ന് സമാധാനം പറഞ്ഞാൽ നിങ്ങൾക്ക് ചരക്കകത്തുണ്ട്, കൊടുക്കാൻ ഉള്ളതുണ്ട്. ഇല്ലാത്തവൻ്റെ ഇടയ്ക്ക് പോയി ഈ ഡെക്കറേഷൻ പരിപാടികൾ, വിസ കിട്ടുന്നു, അത് കിട്ടുന്നു, കാറ് കിട്ടുന്നു, വണ്ടി കിട്ടുന്നു, പ്ലെയിൻ കിട്ടുന്നു, നീ പറക്കുന്നത് കാണുന്നു, നീ ഒഴുകുന്നത് കാണുന്നു. ഇതൊക്കെ എന്തോന്നിടെ? ഇതൊക്കെ സുവിശേഷ വേലയാണോ? ഇവന്മാരെ കൂടെ കാണുന്നു 10-15 വർഷം വളരെയധികം കണ്ണീര് കുടിച്ചിട്ട് സത്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന എല്ലാവരും കാര്യങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. സൂക്ഷിച്ച് വേണം ഇറങ്ങുവാൻ.
ഇനി ഒരു മനുഷ്യൻ്റെ ഉയർച്ചയുടെ കീ പോയിൻ്റ് ഇരിക്കുന്നത് ഗിരിപ്രഭാഷണത്തിലാണ്. വളർച്ചയുടെ എല്ലാ താക്കോലും ഒരു മനുഷ്യന് മനസ്സിലുണ്ട്. ഈ ലോകത്തിൽ സന്തോഷിക്കുവാനും സമാധാനം കിട്ടുവാനും നിത്യതയിലെത്തുവാനും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള സത്യങ്ങൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായം മാത്രം മതി ഒരു ശരിയായ ക്രിസ്തീയ ജീവിതത്തിന്. ഇത് പഠിപ്പിക്കാത്തവരാണ്, ഇത് ഗ്രഹിപ്പിക്കാത്തവരാണ്, ഇത് സമൂഹത്തിൽ കൈമാറാത്തവരാണ് സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുന്നത്. ഈ സ്റ്റേജ് പെർഫോമൻസ് യേശുക്രിസ്തുവിൽ നിന്നുള്ളതല്ല. മനസ്സിലാവും. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പോവാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. എല്ലാ മതക്കാരും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചാണ് നിങ്ങളെ കയ്യിലെടുക്കുന്നത്. എന്നാൽ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നവർ അതിൽ മയങ്ങരുത്. സത്യങ്ങൾ മനസ്സിലാക്കി യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ച് യാഥാർത്ഥ്യത്തിലൂടെ ഉരുത്തിരിയുന്ന ഒരു സത്യമായ ശുശ്രൂഷയിലേക്ക് പോകുവാൻ ക്രിസ്തുവിൻ്റെ ഹാർമലയിൽ ചവിട്ടി നിന്നുകൊണ്ട് സുവിശേഷ വേല ചെയ്യുക. യൗവനക്കാരെ, നിങ്ങൾക്കെന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വിഷയത്തിന് സംസാരിക്കാൻ എനിക്ക് അനുഭവങ്ങളുണ്ട്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.